ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കറിന് എന്താ പൊള്ളുന്ന എന്തിനാ? ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ? ഇന്ത്യയെ പറ്റി പറയുകയും തീവ്രവാദികളെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വക്താക്കളല്ലാത്ത ഷാക്കർ എന്തിനാ അതിന് പറയുന്നത്? തീവ്രവാദികളെ പറ്റിയാ ഷാക്കറെ പറയുന്നത്. പ്രകോപനം കൊള്ളണ്ട. നിങ്ങൾ അതിന് കിടക്കുന്നു. നിങ്ങൾ വെള്ള പൂശി പോവല്ലേ? ആ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഇന്ത്യക്കാരുടെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടിക്കാതെ നിങ്ങൾ ഈ ജാതി കൊലപ്പെടുത്തിയടോ അറിയണ്ടേ? ചന്ദ്രിക വായിക്കണ്ടേ? പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് അത് ഇനിയും തുടരും, അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ്. ഷാക്കറെ ചന്ദ്രികയും സുപ്രഭാതവും മാത്രം വായിച്ചുകൊണ്ടിരുന്ന ഇതാണ് പ്രശ്നം. അയ്യോ, അവരെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞല്ലോ. ഷാക്കറിന്റെ ചന്ദ്രികയിൽ അത് അടിച്ചു വന്നില്ലേ? ഷാക്കറിന്റെ ചന്ദ്രികയിലും വായിക്കുന്ന സുപ്രഭാതത്തിലും ഒന്നും അടിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല. ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് നിൽക്കട്ടെ. ഈ ഗാസയ്ക്ക് വേണ്ടി താങ്കൾ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉമ്മാനെ കൊന്ന് പീസാക്കിയ വാർത്ത വന്നതാന്നേ. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അതിന്റെ ചന്ദ്രികയിൽ ഇസ്രായേൽ എന്ന ക്രൂരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമ്പോ ഈ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾക്ക് വലിയ ബേജാറുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ലോക ജനത, ലോക രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പലസ്തീന് സമാധാനം ഉണ്ടാവണമെന്നാണ്. ആ സമാധാനത്തിനെതിരെ അമേരിക്കയും ഇസ്രായേലുമാണ്. അവിടെ നിങ്ങൾ എന്ത് അമേരിക്കയും ഇസ്രായേലും പറയുമ്പോൾ ഹമാസിന് പറയണ്ട. ഹമാസിന്റെ സൈനികരെ അല്ല ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കൊലപ്പെടുത്തിയതും നിരപരാധികളായിട്ടുള്ള ഗാസയിലെ ജനങ്ങളെ ഷീൽഡാക്കി വെക്കുന്നതും ഹമാസ് തന്നെയാണ്. അതൊന്നും എനിക്കറിയാൻ മേല. നിങ്ങൾ എന്താണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഹമാസിന്റെ പലസ്തീനിയന്മാരാണോ? പലസ്തീനി ജനങ്ങളാണ്. ഹമാസിനെ മറ പിടിച്ച് ആ നിരപരാധികളെ കൊല്ലുന്നതിന് കൂടുതൽ നിൽക്കാൻ പാടുണ്ടോ? നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. നമ്മൾ ആരും അല്ലെ, നമ്മൾ ആരും ഹമാസ് എന്ന സംഘടനയോ അവരുടെ പ്രവർത്തനത്തെയോ അല്ല. ഇപ്പൊ 194 രാജ്യങ്ങളിൽ 12 രാജ്യങ്ങൾ മാത്രമാണ് UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നത്. അവരിപ്പോ ഇല്ലാതെയായി. എന്താ കാരണം? അത് ഹമാസിന് സപ്പോർട്ടാണോ? അല്ലല്ലോ. അവിടെ ഫലസ്തീനിൽ സമാധാനം ഉണ്ടാവട്ടെ. ആ ഫലസ്തീൻ മണ്ണ് ഫലസ്തീൻ ജനത തൊട്ട് കൊടുക്കട്ടെ. അവിടെ പോയി പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ ഇസ്രായേലിന്റെ ശ്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ലോക രാജ്യങ്ങളിൽ 90% ആളുകൾ പറയുമ്പോൾ അവിടെ നിങ്ങൾ ഹമാസിന് ചുറ്റിപ്പറ്റി അതിന് തകർക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിൽ ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ സങ്കടം പറഞ്ഞു നിൽക്കല്ലേ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അല്ല, നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഷാക്കിർ. ഹമാസ് എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നതാണ്. ഷാക്കിർ, ആ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ബഹളം ഉണ്ടാക്കാമായിരുന്നു. അല്ലല്ല കുറച്ച് പൗരബോധം കാണിക്കാം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ അലമ്പാമായിരുന്നു. ഞാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് മറുപടി കേൾക്കുക. ഞാനിത് പറയുന്ന ഉടനെ താങ്കൾ പ്രൊവോക്ഡ് ആവുകയും താങ്കൾ ഹമാസിന്റെ വക്താവ് അല്ലാതാവുകയും മറ്റുള്ളവർ ഇസ്രായേലിന്റെ വക്താക്കളായിട്ട് താങ്കൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് എന്തോ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന് ഞാൻ മറുപടി ആദ്യം പറയട്ടെ. ഒന്ന്, ഹമാസിനെ ചർച്ചയിൽ മൊത്തം ആദ്യം മുതൽ അവസാനം വരെ അംഗീകരിക്കുകയും എന്നാൽ ഹമാസിന്റെ വക്താവല്ല എന്ന് പറയുകയും എന്നാൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് 2 പൊസിഷനുകളും പറയുന്ന ആൾക്കാരെ ഇസ്രായേലിന്റെ വക്താക്കളാണ് എന്ന് സ്ഥിരം രീതിയിലത്തേക്ക് ചാപ്പയടിക്കുകയും ചെയ്യുകയാണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് താങ്കൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രതിനിധി അല്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ല വാദിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം അറ്റാക്കും നേരിട്ടിട്ടുള്ളത് കൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ചുമതല അതിന്റെ ബൗണ്ടറി സംരക്ഷിക്കാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ പതിവാണ് ഷാക്കിർ. അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പതിവാണ്. മഞ്ജുഷ്, ഇങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം ചർച്ച ചെയ്യുന്നത് അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കറിന് എന്താ പൊള്ളുന്ന എന്തിനാ? ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ? അപ്പം ഉണ്ടായിരിക്കും നമ്മൾ ഇന്ത്യക്കാരല്ലേ? ഷാക്കർ, നമ്മൾ ഇന്ത്യക്കാരല്ലേ? ഷാക്കറെ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തുന്നത് ഭീകരരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്കെതിരെ, ഇന്ത്യ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെതിരെ തീവ്രവാദി ആക്രമണം നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലത്തേക്ക് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തി എന്തിനാ ഷാക്കറെ? നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുക, ജനതയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞ. അയ്യോ, അവരെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞല്ലോ. അവരെ കൊന്നതിന്റെ ഡിക്ലറേഷൻ നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേട്ടല്ലോ. ഷാക്കർ അറിഞ്ഞില്ലേ? ഷാക്കറിന്റെ ചന്ദ്രികയിൽ അത് അടിച്ചു വന്നില്ലേ? ഷാക്കറിന്റെ ചന്ദ്രികയിലും വായിക്കുന്ന സുപ്രഭാതത്തിലും ഒന്നും അടിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല. ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. നിൽക്കട്ടെ, കണ്ടോ? ഇന്ത്യയെ പറ്റി പറയുകയും തീവ്രവാദികളെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വക്താക്കളല്ലാത്ത ഷാക്കർ എന്തിനാ അതിന് പറയുന്നത്? തീവ്രവാദികളെ പറ്റിയാ ഷാക്കറെ പറയുന്നത്. പ്രകോപനം കൊള്ളണ്ട. ഷാക്കറെ, ഞാൻ പറയുന്നത് തീവ്രവാദികൾക്കെതിരെ, നിങ്ങൾക്കെതിരെ അല്ലെന്നേ. ഷാക്കറെ, ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന് പറയട്ടെ. ഷാക്കറെ ബഹളം ഉണ്ടാക്കല്ലേ? തീവ്രവാദികൾക്കെതിരെ പറയുന്നത് നിങ്ങൾ എന്തിനാ രോഷം കൊള്ളുന്നേ? ഞാൻ പറയുന്ന പോയിന്റ് തീവ്രവാദികൾക്കെതിരെയാണെന്നേ. മഞ്ജുഷ, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. തീവ്രവാദികളുടെ ബേസ് ഉണ്ടായിരുന്ന സമയത്ത് അതിനെ നമ്മൾ ആക്രമിച്ചതിനാ. പഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ആക്രമിച്ചപ്പോ ഇന്ത്യ തിരിച്ചടിച്ചു.
നമ്മുടെ പൗരന്മാരെ ഇവിടെ കൊന്നപ്പോ 28, 26, 23 പൗരന്മാരെ അല്ലേ കൊന്നത്? എന്നാൽ സമാനമായിട്ടുള്ള ആൾക്കാരെ അപ്പുറത്ത് കൊന്നിട്ട് നമ്മൾ അതങ്ങ് നിർത്താം എന്നല്ല തീരുമാനിച്ചത്. മറിച്ച് ഇതിനു വേണ്ടിയിട്ട് ആക്രമണത്തിന് വന്നിരിക്കുന്നവന്റെ എയർബേസുകൾ അടക്കം മുടിക്കും, അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ചുട്ടിരിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മളത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും നമ്മളത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഏതാണ് പ്രൊപ്പോർഷനേറ്റ് എന്നും ഏതാണ് ക്ലോഷർ എന്നും തീരുമാനിച്ചത് ആരാണ്? നമ്മുടെ രാജ്യമാണ് തീരുമാനിച്ചത്. അതേപോലെ 2023 ഒക്ടോബർ 7 നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു സംഗീത നിശ ഇസ്രായേലിൽ ആഘോഷിക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കാനായിട്ട് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ച് 1200 മുതൽ 1500 ആൾക്കാരെ വരെ കൊന്നപ്പോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ഏതാണ് എന്ന് ഇസ്രായേലിന് തീരുമാനിക്കാം. 100% ഞാൻ യോജിക്കുന്നു. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, അല്ലാതെ ഹമാസ് പോലൊരു ടെററിസ്റ്റ് യൂണിറ്റ് അല്ല. നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ, നമ്മുടെ കാശ്മീർ പഹൽഗാമിൽ അറ്റാക്കിന് വന്നിരിക്കുന്നത് പോലത്തെ ഒരു ടെററിസ്റ്റ് യൂണിറ്റ് ആണ്, ഒരു രാജ്യമല്ല. അതുകൊണ്ട് ഒരു രാജ്യം എടുക്കുന്ന തീരുമാനത്തിനെ UN പോലും അവർക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് UN ചാർട്ടറിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ വക്താവാകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഷാക്കറെ, നമ്മൾ വക്താവല്ലെങ്കിലും. പക്ഷെ ഒരു തീവ്രവാദി സംഘടനയെ വെളുപ്പിക്കാനായിട്ട് നമ്മൾ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘടനയെ ഇവിടെ ആക്രമിച്ചത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ? നിങ്ങൾ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ ഷാക്കറെ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ, ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ലല്ലോ നിങ്ങളുടേത്. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെ പറ്റി പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താനായിട്ട് നിങ്ങൾ പോകുന്ന എന്തിനാ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ ഷാക്കറെ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ? സംഘികളല്ലല്ലോ, സംഘികളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഘികളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഘികളാണോ ഷാക്കറെ? ശരി, ഒരു അവസരം ഷാക്കിർ കൂടി. ഷാക്കിർ എന്താണ്? അല്ല, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാൻ അവസാനം പറയണ്ടേ? അതായത് നിങ്ങൾ വെള്ള പൂശി പോവല്ലേ? ആ പഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഇന്ത്യക്കാരുടെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടിക്കാതെ നിങ്ങൾ ഈ ജാതി കൊലപ്പെടുത്തിയല്ലോ. അറിയണ്ടേ? ചന്ദ്രിക വായിക്കണ്ടേ? പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് തിരിച്ചടി നൽകുകയും ചെയ്തു. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഷാക്കറെ. ചന്ദ്രികയും സുപ്രഭാതവും മാത്രം വായിച്ചുകൊണ്ടിരുന്ന ഇതാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിച്ചെന്നേ, അതിലുണ്ടായിരുന്നു. ഈ ഗാസയ്ക്ക് വേണ്ടി താങ്കൾ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉമ്മാനെ കൊന്നു പീസാക്കിയ വാർത്ത വന്നതന്നേ. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അതിന്റെ ചന്ദ്രികയിൽ അച്ചടിച്ചു കള്ളക്കഥയോ? ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിന് വിശ്വാസമില്ല, ഹമാസ് പറയുന്ന വിശ്വാസമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിന് വിശ്വാസമില്ല, യാഹിയ സിൻവർ ഒക്കെയുള്ള ഹമാസ് പറയുന്നതാണ് ഷാക്കിറിന് വിശ്വാസം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ പേര്? നിങ്ങളുടെ പാർട്ടിയുടെ ഈ ഗാസയ്ക്ക് വേണ്ടി താങ്കൾ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉമ്മാനെ കൊന്നു പീസാക്കിയ വാർത്ത വന്നതന്നേ. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അതിന്റെ ചന്ദ്രികയിൽ അച്ചടിച്ചു കള്ളക്കഥയോ? ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിന് വിശ്വാസമില്ല, ഹമാസ് പറയുന്ന വിശ്വാസമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിന് വിശ്വാസമില്ല, യാഹിയ സിൻവർ ഒക്കെയുള്ള ഹമാസ് പറയുന്നതാണ് ഷാക്കിറിന് വിശ്വാസം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ പേര്? നിങ്ങളുടെ പാർട്ടിയുടെ